നമ്മൾ ആദ്യം സന്നിധാനത്തേക്കാണ് പോകുന്നത്. അവിടെ മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നിരിക്കുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺ കുമാർ നമ്പൂതിരിയാണ് നട തുറന്നിരിക്കുന്നത്. വിഷ്ണു പ്രകാശ് നമുക്കൊപ്പം അവിടെ നിന്ന് വിവരങ്ങളും കാഴ്ചകളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഒരുപക്ഷെ ഇത്തവണത്തെ മണ്ഡലകാലത്ത് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകൾ, ദേവസ്വം കണക്കുകൂട്ടിയതിൽ കൂടുതൽ ആളുകൾ വന്ന ഒരു മണ്ഡലകാലമാണ് കടന്നുപോകുന്നത്. സ്വാഭാവികമായും ഈ മകരവിളക്ക് മഹോത്സവത്തിനും ആ ഒരു തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട്? മകരവിളക്കോത്സവത്തിനായി ശബരിമല നട ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് തുറന്നിരിക്കുകയാണ്. മണ്ഡലകാലത്ത് നമുക്കറിയാം 32 ലക്ഷം ആളുകളാണ് ഈ തവണ ശബരിമല ക്ഷേത്രത്തിന് എത്തിയത്. അത് കണക്കിൽ ആളുകൾ എത്തിയ ഒരു മണ്ഡലകാലമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മകരവിളക്ക് ഉത്സവത്തിനും ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അതിനുവേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ഇപ്പോൾ നട തുറന്നിരിക്കുന്നത്. ഇനി ഇതിനുശേഷം ഉള്ളിൽ നിന്ന് അഗ്നി പകർന്ന് അത് പുറത്തുള്ള സന്നിധാനത്തെ തിരുമുറ്റത്തുള്ള ആഴിയിലോട്ട് ആ അഗ്നി പടർന്ന് ആഴിക്ക് തീ കൊടുക്കുന്നതോടുകൂടി ഇന്നത്തെ ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിനായി ഭക്തർക്ക് ശബരിമല ക്ഷേത്ര സന്നിധിയിൽ അയ്യപ്പനെ ദർശിക്കുവാനുള്ള അവസരം ഒരുങ്ങും. ഇന്ന് മറ്റു പൂജകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നിപ്പോൾ വൈകിട്ട് ദീപാരാധന അടക്കമുള്ള യാതൊരുവിധ പൂജകളുമില്ല. ഇന്ന് പരിപൂർണമായി തന്നെ രാത്രി വരെ ആളുകൾക്ക് ഈ ദർശനത്തിന് എത്തുന്ന ആളുകൾക്ക് അയ്യപ്പനെ ദർശിക്കാനുള്ള സൗകര്യം ഒരുക്കും. വൈകിട്ട് ഹരിവരാസനത്തോടു കൂടി തന്നെ ഇന്ന് നട അടയ്ക്കും. അതിനുശേഷം നാളെ മുതലാണ് നിത്യപൂജകൾ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുകയുണ്ടാവുക. ഏതായാലും മുന്നൊരുക്കങ്ങൾ നമ്മൾ നേരത്തെ ഈ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും ഒക്കെയായി സംസാരിച്ചപ്പോൾ പറയുന്നത് മുന്നൊരുക്കങ്ങൾ എല്ലാം നടത്തേണ്ട കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മണ്ഡലവിളക്ക് കഴിഞ്ഞതോടുകൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ഈ ആശുപത്രികളിലും മരുന്നും മറ്റും നിറയ്ക്കേണ്ട ഒരു കാര്യങ്ങളുണ്ടായിരുന്നപ്പോൾ ആ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഇപ്പോൾ പൂർത്തിയാക്കി. ഇതിനുശേഷം ഇന്നിപ്പോൾ ശബരിമല നട വീണ്ടും തുറന്നു. 14-നാണ് ഈ മകരവിളക്ക് മഹോത്സവം നടക്കുക. അതിനുശേഷം ഈ 19-ാം തീയതി വരെ ഭക്തർക്ക് ശബരിമല അയ്യപ്പനെ വന്ന് ദർശനം നടത്തുവാനുള്ള സൗകര്യമുണ്ടാകും. 20-ാം തീയതിയോടുകൂടി പന്തളം രാജപ്രതിനിധി ദർശനം നടത്തി പൂർത്തിയാകുന്നതോടുകൂടി ഈ വർഷത്തെ മണ്ഡലകാലം മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിക്കും. ശരി, വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ഒരു ആൾത്തിരക്ക്, ജനസഞ്ചയം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് പോലീസും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും.